എടി ഈ ഭർത്താക്കന്മാരെ ഏറ്റവും കൂടുതൽ ഭാര്യമാരുടെ ഇന്ന് പഴി കേൾക്കുന്ന എപ്പോഴാണെന്നറിയാമോ? അതിപ്പോ ഒന്നാന്നോ, നിരവധി അനവധി കാര്യങ്ങളില്ലയോ. പിന്നെ അങ്ങനെ ചോദിക്കുവാണെങ്കിൽ ഞങ്ങൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞോണ്ട് വരുമ്പോഴുണ്ടല്ലോ അത് ശ്രദ്ധിക്കാതെ ഈ ഫോണിൽ തോണ്ടിക്കോണ്ട് അങ്ങ് നിൽക്കും. അതല്ലയോ? അതൊന്നല്ലേ. അതല്ലേ. എന്നാ പിന്നെ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ കടയിൽ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ അത് വാങ്ങിക്കത്തില്ല. ബാക്കി ആ കടയിലുള്ള സർവ്വ സാധനവും വാങ്ങിച്ചോണ്ട് ഇനി വരും. അതായിരിക്കും. അതൊന്നും അല്ല. അതും അല്ലയോ. അതും അല്ലെങ്കിൽ പിന്നെ ഒരു സാധനം എടുത്തടുത്ത് വെക്കാതെ തോന്നുംപടി വലിച്ചു വാരിയിടും. അതിനെന്തായാലും ആയിരിക്കും. അതൊന്നും അല്ലടി, അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ. അതിനൊക്കെ വഴക്ക് കുറച്ചല്ലേ പറയത്തുള്ളൂ. എന്നാ അതും അല്ലെങ്കിൽ പിന്നെ ഈ സ്വന്തം വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യുന്നോണ്ടായിരിക്കും. ഭാര്യ വീട്ടുകാരെ സപ്പോർട്ട് ചെയ്യാതെ സ്വന്തം വീട്ടുകാരെ അങ്ങ് പൊക്കി പറയും. അതൊന്നും അല്ല. ഇതൊന്നും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അങ്ങ് പറഞ്ഞു തൊലയ്ക്ക്. ഞാൻ പറഞ്ഞുതരാം. ഭർത്താക്കന്മാരെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന എപ്പോഴാണെന്ന് അറിയാമോ? ഭാര്യമാരുടെ ഫോട്ടോ എടുത്തു കൊടുത്താൽ അവരെ കാണിക്കുമ്പോഴാണ്. എത്രയൊക്കെ പ്രൊഫഷണലായിട്ട് ഫോട്ടോ എടുത്താലും അത് നിങ്ങളെ അങ്ങോട്ട് കാണിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് കുറ്റം മാത്രമേ കണ്ടുപിടിക്കത്തുള്ളൂ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടൂല. ഇതാണോ വലിയ കാര്യം? പിന്നെ വേണ്ടടി, ഞാൻ നിന്റെ ഫോട്ടോ എടുത്ത് അടിപൊളി നാച്ചുറലായിട്ടൊരു ഫോട്ടോ എടുത്ത് ആട്ടി എന്ത് രസമാണെന്ന് നോക്കി. അയ്യേ പഷ്ടായിട്ടോട്. ഇത് എന്തോ, ഇത് എന്റെ മോന്റെയാണോ ഇത്? ഇതെന്തോ ഞാൻ എങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുക? ഇങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയില്ലേ? ഇത് അടിപൊളി ഫോട്ടോയാ. നീ ഇതിനെ കുറ്റം പറയുകയും ചെയ്യും. നാളെ ഇതേ ഫോട്ടോ നീ തന്നെ എടുത്ത് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്യും, DP ആക്കുകയും ചെയ്യും. അത് ഇതങ്ങ് മികച്ചതായോണ്ടല്ലേ എനിക്ക് വെറൈറ്റി ഫോട്ടോ ഇടാൻ വേണ്ടിട്ടാ. അല്ലേ ഇങ്ങനെയാന്ന് ഫോട്ടോ എടുത്ത് നോക്കുന്നത്? ആരും കാണിക്കല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റാന്ന് മനസ്സിലായോ? കറക്റ്റാന്ന് മനസ്സിലായോ? ഇത് കൊള്ളാഞ്ഞിട്ടല്ല.